മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജീവിതത്തിൽ എന്ത് കിട്ടിയില്ല എന്നോർത്ത് നിരാശ വർദ്ധിപ്പിക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നദികൾ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കില്ല. അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് പോകുക. ഒരിടത്ത് നിങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായും മറ്റൊരിടത്ത് നിങ്ങൾ പരിഗണിക്കപ്പെടും. ഒരു വാതിൽ നിങ്ങൾക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ മറ്റൊരു വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടും. ഭക്തരെ, മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊന്നും പറയാൻ നമ്മൾ ആരുമല്ല. എന്നാൽ മറ്റുള്ളവരുടെ ചിന്തകളോടും പെരുമാറ്റങ്ങളോടും എങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ഭക്തരെ, ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹവും കരുതലും നൽകാത്തവരോട് മരിച്ചതിന് ശേഷം സങ്കടവും കണ്ണീരും പറഞ്ഞിട്ട് കാര്യമില്ല. വാശിയും വൈരാഗ്യവും ജീവിതത്തിൽ ഒന്നും ചേർക്കില്ല. പക്ഷേ ഒരാളുടെ സ്നേഹം ജീവൻ്റെ അവസാന ദിവസം വരെ ഓർമ്മയായിരിക്കും. നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാനാവില്ല. അപ്പോഴേക്കും വൈകിയിരിക്കും. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അത് സ്നേഹത്തോടെ ജീവിക്കുക. ഭക്തരെ, ചിലരുടെ ജീവിതം മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടമാണ്. അവർക്ക് സന്തോഷമില്ല, സങ്കടമില്ല. അവരുടെ കണ്ണുനീരിനു പോലും മറ്റുള്ളവരെ ഭയമാണ്. ഒന്ന് പൊട്ടിക്കരയാൻ സ്വാതന്ത്ര്യമില്ല. ഇഷ്ടം തുറന്നു പറയാൻ അവകാശവുമില്ല. നിങ്ങളെ മറക്കാൻ ആർക്കും ദ്രോഹം ചെയ്യണമെന്നില്ല. ഉപകാരം ചെയ്താലും മതി. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികളെ പോലെയാണ് നിങ്ങളുടെ വികാരങ്ങളും. അവ നിങ്ങളിലേക്ക് വരികയും പോകുകയും ചെയ്യും. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. നിങ്ങൾക്ക് ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവരുടെ ഹൃദയം അറിയണമെങ്കിൽ പ്രവർത്തികൾ ശ്രദ്ധിക്കുക. ഇന്നലത്തെ പോരാട്ടം ഇന്നത്തെ ആശയവിനിമയത്തിന് ബാധിക്കാത്തതാണ് മഹത്തായ ബന്ധം. മറ്റൊരാൾക്ക് ഒരിക്കലും വളരെയധികം ലഭ്യമാകരുത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടും. ഒന്നും ശാശ്വതമല്ല. അതിനാൽ സ്വയം സമ്മർദ്ദം ചെലുത്തരുത്. കാരണം സാഹചര്യം എത്ര കഠിനമാണെങ്കിലും അത് മാറും. നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ്. അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ സാധിക്കും. ഭക്തരെ, ചില മനുഷ്യർ അങ്ങനെയാണ്. അവരുടെ ആവശ്യം കാണുന്നതുവരെ നിങ്ങളെ ചേർത്ത് പിടിക്കും. കാര്യം കഴിഞ്ഞാൽ ചേർത്തതിലും വേഗത്തിൽ നിങ്ങളെ ഒഴിവാക്കും. കൂടെ കുറെ കുറ്റങ്ങളും ചാർത്തിത്തരും. മറ്റുള്ളവർക്ക് സങ്കടം നൽകി സന്തോഷത്തോടെ ജീവിക്കുന്നവർ ഓർക്കുക, കൊടുത്തതൊക്കെയും തിരിച്ചു വരുന്നൊരു കാലം വരും. തീർച്ച. ഓരോ മനുഷ്യൻ്റെയും കുറവ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾക്കോ അവരുടെ സ്നേഹത്തിനോ അവരുടെ സങ്കടങ്ങൾക്കോ ഒരു വിലയും കൊടുക്കാത്തവരെ ആയിരിക്കും അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. സങ്കടം നൽകിയ കാലത്തെ മറക്കുക. അത് നൽകിയ പാഠം ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ഓരോ വേദനകളും പാഠങ്ങളാണ്. ആർക്കും വായിച്ചെടുക്കാൻ പറ്റാത്ത പാഠങ്ങൾ. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.